ഹലോ ടീച്ചേഴ്സ്. HSA നാച്ചുറൽ സയൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഡെയിലി മോക്ക് ടെസ്റ്റ് റിവിഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5-ലെ പാലിയോ ബോട്ടണി എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള 25 MCQ ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. മലയാളത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മലയാളത്തിൽ ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കി, പക്ഷേ അത് അത്ര ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. പലപ്പോഴും മീനിങ്ങിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം കണ്ടൻറ്റ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്തിക്കാനാണ്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇംഗ്ലീഷിലായിരിക്കും നന്നായി നടക്കുക. കണ്ടൻറ്റ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എക്സാമിന് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഓൾറെഡി മിക്കവാറും മലയാളം ടേംസിനൊക്കെ ഇംഗ്ലീഷ് വാക്ക് ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ടൻറ്റ് അറിയുകയാണെന്നുണ്ടെങ്കിൽ മലയാളം എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നീട് SCERT കണ്ടൻറ്റിനെ കുറിച്ചിട്ട് ചോദിച്ചായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഴയ വേർഷൻ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് SCERT കണ്ടൻറ്റിൻ്റെ മോഡൽ എക്സാംസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാനൊന്ന് താഴെ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തെങ്കിൽ കൂടിയും ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ആ മോഡൽ ക്വസ്റ്റ്യൻസിൽ ഓരോ ചാപ്റ്റർ വൈസ് ആണ് മോഡൽ ക്വസ്റ്റ്യൻസ് അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. പഴയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്തതാണ്. ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. യൂസ് ആവുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The study of fossil plants is called. Study of fossil plant is called. Option A, paleontology. B, archaeology. C, paleobotany. D, geology. ഇത്തരം ക്വസ്റ്റ്യൻസ് സിമ്പിളാണെങ്കിൽ കൂടി നമ്മൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Rhynia is a fossil belongs to which group? Option A, Bryophyte. B, Pteridophyte. C, Gymnosperm. D, Angiosperm. തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Paleobotany helps to understand plant evolution. Statement 2. Paleobotany is not related to climate studies. Options. Both statements are correct. B, only statement 1 is correct. C, only statement 2 is correct. D, both statements are incorrect. 4. The geological time scale is divided into. Option A, eras, periods, epochs. B, periods only. C, ages and years. D, decades. 5. Rhynia fossil was discovered in. Option A, India. B, Canada. C, Scotland. D, Australia. 6. The method in which organic material is replaced by minerals to form fossils is. Organic material is replaced by minerals to form fossil is. Option A, impression. B, compression. C, petrification. D, cast. 7. Which era is known as the age of pteridophytes? Which era is known as the age of pteridophytes? Option A, Mesozoic. B, Paleozoic. C, Cenozoic. D, Proterozoic. 8. Statement question ആണ്. Statement 1. Petrification produced 3-dimensional fossils. Statement 2. Impression fossils preserve internal structure. Impression fossil preserve internal structure. Options ഇവിടെ കൊടുത്തിട്ടുണ്ട്. Both statements are correct. Only statement 1 is correct. Only statement 2 is correct. Both statements are incorrect. Okay. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എന്ന് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Devonian period is known as. The Devonian period is known as. Option A, age of fishes. B, age of reptiles. C, age of mammals. D, age of bacteria. 10.
Which of the following is not a method of fossilization? Option A, compression. B, petrification. C, imbibition. D, impression. 11. Fossils that contain only external features are called. Option A, petrified fossil. B, impression fossil. C, compression fossil. D, cast fossils. 12. Rhynia fossils are preserved mainly by. Option A, compression. B, petrification. C, impression. D, cast. 13. Which period is called the Coal Age? Coal Age. Option A, Jurassic. B, Carboniferous. C, Devonian. D, Triassic. 14. Statement 1. Paleobotany aid in understanding plant anatomy of extinct species. Paleobotany aid in understanding plant anatomy of extinct species. Statement 2. Fossil studies cannot reveal ecological condition of that past. Fossil studies cannot reveal ecological condition of the past. Option. Both statements are correct. Only statement 1 is correct. Only statement 2 is correct. Both statements are incorrect. Okay. Next question. The oldest non-vascular plant fossil is. Option A, Lycopodium. B, Xylotum. C, Rhynia. D, Selaginella. Oldest non-vascular plant fossil. 16. Fossilization method forming molds and cast is called. Option A, petrification. B, impression. C, cast and mold formation. C, compression. 17. The ecological era called Age of Gymnosperm is. Option A, Mesozoic. B, Paleozoic. C, Cenozoic. D, Precambrian. എന്താണ് ഏജ് ഓഫ് ജിംനോസ്പേംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മീസോസോയിക്, പാലിയോസോയിക്, സീനോസോയിക്, പ്രീകാംബ്രിയൻ. 18. Rhynia major belongs to which geological period? A, Cambrian. B, Silurian. C, Devonian. D, Carboniferous. 19. Statement question ആണ്. Statement 1. Fossilization always preserve DNA. Statement 2. Petrification involves mineral deposition. Options. Both statements are correct. Only statement 1 is correct. Only statement 2 is correct. Both statements are incorrect. 20. The branch of paleobotany dealing with fossil pollen grains is. Option A, Paleozoology. Option B, Palynology. Option C, Archaeobotany. Option D, Phycology. 21. Which type of fossil gives internal structure details? Option A, impression. B, compression. C, petrified fossil. D, cast. Which type of fossil give internal structure details? 22. Geological timescale is useful in. Option A, determining plant physiology. Determining evolutionary sequence. Option C, soil classification. D, plant breeding. 23. The time unit larger than period in geological timescale is. The time unit larger than period in geological timescale is. Epoch. B, era. C, age. D, century. 24. The fossil formed by removal of organic matter leaving a cavity are. Fossil formed by removal of organic matter leaving a cavity. Option A, petrification. B, impression. C, mold fossils. D, compression.
25 സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, റൈനിയ ഹാഡ് വാസ്കുലർ ടിഷ്യൂ. സ്റ്റേറ്റ്മെൻറ്റ് 2, റൈനിയ reproduced by seeds. Option A, both statements are correct. B, only statement 1 is correct. C, only statement 2 is correct. D, both statements are incorrect. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. അതുവഴി നിങ്ങളുടെ സ്കോറും കണ്ടെത്താം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്, സജഷൻസ് ഒക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ സി ആണ്, പാലിയോ ബോട്ടണി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ബാക്കി വരുന്ന ഓപ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാലിയോ ബോട്ടണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ്സ് ആണ്. പാലിയൻറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽ ഇൻ ജനറലായിട്ട് ഫോസിൽ സ്റ്റഡീനെ പറയുന്നത് പാലിയൻറ്റോളജി. ദെൻ പാലിയോ ബോട്ടണി, പാലിയോ സുവോളജി എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കിയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് ആർട്ടിഫാക്ട്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ആർക്കിയോളജി. ജിയോളജി എന്ന് പറയുന്നത് എർത്ത് ആൻഡ് റോക്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ജിയോളജി. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെറിഡോഫൈറ്റ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, എക്സ്പ്ലനേഷൻ. റൈനിയ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ഏർലി വാസ്കുലാർ ടെറിഡോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റ്സിൽ നോൺ വാസ്കുലാർ പ്ലാന്റ്സസ് ഒക്കെയാണ് വരുന്നത്. മോസസ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ജിംനോസ്പേംസിൽ പൈൻസും സൈക്കസും ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ആൻജിയോസ്പേംസിൽ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ്. അതായത് പാലിയൻറ്റോളജി പ്ലാന്റ് എവല്യൂഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കും. മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ക്ലൈമറ്റ് സ്റ്റഡീസിന് സഹായിക്കില്ല എന്നാണ്. പക്ഷേ പ്ലാന്റ് ഫോസിൽസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലൈമറ്റ്സിനെ കുറിച്ചിട്ടും വിവരങ്ങൾ ലഭിക്കും. Paleobotany helps study plant evolution and also helps in climate studies. Paleoclimate. Statement 2 is incorrect because fossil studies reveal ancient climate data. Okay. Then third question answer option A ആണ്, eras, periods, epochs എന്ന രീതിയിലാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഹാസ് എറ സബ്ഡിവൈഡഡ് ഇൻറ്റു പീരീഡ്സ് ആൻഡ് പീരീഡ് ഇൻറ്റു എപ്പോക്സ്. എറാസിനെ പീരീഡ്സ് ആക്കി മാറ്റി, ഈ പീരീഡ്സിനെ തന്നെ ഓരോരോ എപ്പോക്സ് ആക്കി മാറ്റി. പീരീഡ്സ് മാത്രമല്ല ബാക്കി വരുന്ന ഓപ്ഷൻസ് എന്താണ്, റോങ് ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡിലാണ് നമുക്ക് റൈനിയയുടെ ഫോസിൽ കിട്ടിയത്. റൈനിയ ഫോസിൽ വേർ ഡിസ്കവേർഡ് ഇൻ ചർട്ട് ബീഡ്സ് സ്കോട്ട്ലൻഡിലാണ്. ഓക്കെ, സ്കോട്ട്ലൻഡിലാണ് നമുക്ക് കിട്ടിയത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, പെട്രിഫിക്കേഷൻ ആണ്. അതായത് ഓർഗാനിക് മെറ്റീരിയലിനൊക്കെ റിപ്ലേസ് ചെയ്തിട്ട് അവിടെ മിനറൽസ് വന്ന് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഫോസിൽസാണ് പെട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോസിൽ ഫോർമേഷനാണ് പെട്രിഫിക്കേഷൻ. പെട്രിഫൈഡ് വുഡ്സൊക്കെ എക്സാമ്പിളാണ്. അതായത് ഓൾറെഡി ഉള്ള ഓർഗാനിക് മെറ്റീരിയലിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ പോകുമ്പോൾ ആ ഭാഗത്തേക്ക് മിനറൽസ് വന്ന് അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടി അത് നല്ല കട്ടിയുള്ള കല്ലൊക്കെ പോലെ ആ രൂപത്തിലോട്ട് മാറും. അതാണ് പെട്രിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പെട്രിഫിക്കേഷൻ അല്ലെങ്കിൽ പെർമിനറലൈസേഷൻ ഈസ് എ മിനറൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ടിഷ്യൂ ആണ് വരുന്നത്. ഇംപ്രഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സർഫസ് ഔട്ട്ലൈൻസ് മാത്രമാണ് പ്രിസർവ് ചെയ്യുന്നത്. ഇതും ഒരു ഫോസിലൈസേഷൻ മെത്തേഡാണ്. ഇംപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസിലെ ഔട്ട്ലൈൻസ്, ജസ്റ്റ് ഒരു തമ്പ് ഇംപ്രഷനൊക്കെ പോലെ നമ്മുടെ ഒരു ഇംപ്രഷൻ, ടാറ്റ് പോലത്തെ ഒരു സംഭവമായിരിക്കും ഇംപ്രഷൻസ്. കംപ്രഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റൻഡ് ഓർഗാനിക് റിമൈൻസ്, ആ ഓർഗാനിസത്തിൻ്റെ ആ ഒരു പാർട്ടും കൂടി അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ റോക്കിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ഒരു ഓർഗാനിസം അടച്ചു വെക്കുകയാണെങ്കിൽ, അമർത്തി വെക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റുമ്പോൾ ആ ഓർഗാനിസത്തിൻ്റെ പാർട്ടും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ പാർട്ടും ഉണ്ടായിരിക്കും. അതാണ് കംപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. കാസ്റ്റ് ഈസ് ഫില്ലിംഗ് മോൾഡ് ഫോമിലുണ്ടാകും. ചിലപ്പോഴൊക്കെ മോൾഡ്, ഈ ഓർഗാനിസം ഇരുന്നിട്ട് ഒരു കുഴി പോലെ, ഒരു 3D ഷേപ്പ് പോലെ മോൾഡ് അറിയാമല്ലോ, അതിൻ്റെ ഉള്ളിൽ ഓർഗാനിസം കൂടി ഉണ്ടെങ്കിൽ അതിനെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. മോൾഡിൻ്റെ ഉള്ളിൽ ഓർഗാനിസം കൂടി ഉണ്ടെങ്കിൽ അത് കാസ്റ്റ് ആയിരിക്കും.
ദെൻ സിക്സ്ത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പാലിയോസോയിക്. ഏജ് ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് പാലിയോസോയിക് ആണ്. ഓക്കെ, ടെറിഡോഫൈറ്റ് പാലിയോസോയിക്. ദെൻ പാലിയോസോയിക് എറ അല്ലെങ്കിൽ കാർബോണിഫെറസ് പീരീഡ്, എസ്പെഷ്യലി കാർബോണിഫെറസ് പീരീഡ് ആണ്, ഇസ് കോൾഡ് ഏജ് ഓഫ് ടെറിഡോഫൈറ്റ്. മീസോസോയിക് ഏജ് ഓഫ് ജിംനോസ്പേംസ് ആൻഡ് റെപ്റ്റൈൽസ്. മീസോസോയിക് എന്ന് പറയുകയാണെങ്കിൽ അനിമൽസിൽ റെപ്റ്റൈൽസിൻ്റെ എറയാണ് മീസോസോയിക്. ജിംനോസ്പേമിൻ്റെ എറയാണ് പ്ലാന്റ്സിൻ്റെ കേസിൽ പറയുന്നത്. സീനോസോയിക് ഈസ് ആൻ ഏജ് ഓഫ് മാമൽസ്. മാമൽസിൻ്റെ ഏജാണ് സീനോസോയിക്. ഓക്കെ, പ്രോട്ടിറോസോയിക് പ്രീഡേറ്റ്സ് ലാൻഡ് പ്ലാന്റ്സ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ്. പെട്രിഫിക്കേഷൻ പ്രൊഡ്യൂസ് 3 ഡയമെൻഷണൽ ഫോസിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇംപ്രഷൻ ഫോസിൽ പ്രിസർവ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇംപ്രഷൻ പറഞ്ഞു നമ്മൾ ഈ ജസ്റ്റ് തമ്പ് ഇംപ്രഷനൊക്കെ പോലെ ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമാണ് കിട്ടുന്നത്. ഇംപ്രഷൻ ഒരിക്കലും ഇൻറ്റേർണൽ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നില്ല. കംപ്രഷനിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് ലഭിക്കും. ഓക്കെ, petrification produce 3D fossil with internal structure. Impression fossil preserve external structure only. 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഏജ് ഓഫ് ഫിഷസ് ആണ്. ഡിവോണിയൻ പീരീഡ് പറയുന്നത് ഏജ് ഓഫ് ഫിഷസ് ആണ്. ഡിവോണിയൻ പീരീഡ് ഏജ് ഓഫ് ഫിഷസ് ആണ് പറയുന്നത്. ഡിവോണിയൻ ഈസ് ആൻ ഏജ് ഓഫ് ഫിഷസ്. ഏജ് ഓഫ് റെപ്റ്റൈൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മീസോസോയിക്. ഈ സെയിം ഏജ് തന്നെയാണ് ജിംനോസ്പേംസിൻ്റെ ഏജ് എന്നും പറയുന്നത്. ഏജ് ഓഫ് മെമൽസ് ആണ് സീനോസോയിക് എന്ന് പറയുന്നത്. ബാക്ടീരിയ ഡൊമിനേറ്റഡ് ഇൻ പ്രീ കാംബ്രിയൻ ഏജിൽ ആ ഒരു പീരീഡിൽ എന്താണ്, ബാക്ടീരിയ ആണ് ഡൊമിനേറ്റ് ചെയ്ത് നിന്നിരുന്നത്. ദെൻ 10th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഇംബിബിഷൻ ആണ്. ബാക്കി എല്ലാതും ഫോസിലൈസേഷൻ പ്രോസസ്സുകളാണ്. ഇംബിബിഷൻ എന്ന് വെച്ചിട്ടുള്ളതാണ് വാട്ടർ അബ്സോർപ്ഷൻ പ്രോസസ്സാണ് അല്ലേ. ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽസിലോട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇംബിബിഷൻ എന്ന് പറയുന്നത്. സീഡിലൊക്കെ കയറുന്നത് ഇതിന് എക്സാമ്പിളാണ്. കംപ്രഷൻ, പെട്രിഫിക്കേഷൻ, ഇംപ്രഷൻ അതൊക്കെ ഒരു ഫോസിലൈസേഷൻ മെത്തേഡ്സ് ആണ്. ദെൻ 11th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇംപ്രഷൻ ഓഫ് ഫോസിലാണ്. ഫോസിൽ കണ്ടെയ്നിങ് എക്സ്റ്റേണൽ ഫീച്ചർ ഓൺലി, ഈ എക്സ്റ്റേണൽ മാത്രമാണെങ്കിൽ അത് ഇംപ്രഷൻ ഫോസിൽസ് ആണ്. ഓക്കെ, ഇംപ്രഷൻ ഫോസിൽ പ്രിസർവ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. പെട്രിഫൈഡ് ഫോസിൽസ് പ്രിസർവ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. കംപ്രഷൻ ഫോസിൽ റിട്ടൈൻ ഓർഗാനിക് റിമെയിൻസ്. ഓർഗാനിക് റിമിനൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. ഫുള്ളായിട്ടുള്ള ആ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതിനെ ആ ഓർഗാനിസത്തിനെ കംപ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓർഗാനിക് മെറ്റീരിയലൊക്കെ നമുക്ക് കിട്ടും. കാസ്റ്റ് ഫോസിൽസ് ഫോം ഫ്രം മോൾഡ്സ്. മോൾഡ്സിൽ നിന്നാണ് കാസ്റ്റ് ഫോസിൽസ് ഫോം ചെയ്യുന്നത്. മോൾഡിൻ്റെ ഉള്ളിൽ ഓർഗാനിക് മാറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കാസ്റ്റ് ഫോസിൽ എന്ന് പറയുന്നത്. 12th ആൻസർ ഓപ്ഷൻ ബി ആണ്, പെട്രിഫിക്കേഷൻ ആണ്. റെയ്നിയയുടെ ഫോസിൽ നമുക്ക് കിട്ടിയത് പെട്രിഫിക്കേഷൻ, ആ ഒരു ഫോസിൽ ടൈപ്പിൽ നിന്നാണ് റെയ്നിയയുടെ ഫോസിൽ നമുക്ക് പ്രിസർവ് ആയിട്ട് കിട്ടിയത്. ഓപ്ഷൻ ബി, പെട്രിഫിക്കേഷൻ. റൈനിയ ഫോസിൽ ആ സിലിക്കേറ്റർ പെട്രിഫൈഡ് ഇൻ ചേർട്ട്. ഓക്കെ, 13th ആൻസർ ഓപ്ഷൻ ബി, കാർബോണിഫെറസ് ആണ്. അതായത് കോൾ ഏജ് എന്ന് അറിയുന്ന പീരീഡാണ് കാർബോണിഫെറസ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബോണിഫെറസ് ഈസ് നോൺ ആസ് കോൾ ഏജ് ഡ്യൂ ടു ദ വാസ്റ്റ് കോൾ ഡിപ്പോസിറ്റ്. വാസ്റ്റായിട്ടുള്ള കോൾ ഡിപ്പോസിറ്റ് നടന്നത് ഈ ഒരു ഫേസിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കോൾ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. ജുറാസിക് ഏജ് നമുക്കറിയാമല്ലോ, ഡൈനോസേഴ്സൊക്കെ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഏജാണ്. ഡിവോണിയൻ ഏജ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുന്നതാണ് ഡിവോണിയൻ പീരീഡ്. ട്രയാസിക് ഈസ് എൻ ഏർലി ഡൈനോസേഴ്സ് ആൻഡ് ജിംനോസ്പേംസിൻ്റെ ഇതാണ്. ഏർലി ഡൈനോസേഴ്സും ജിംനോസ്പേംസും ഒക്കെയാണ് ട്രയാസിക്കിൽ കാണുന്നത്. ദെൻ 14th ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പാലിയോബോട്ടണി എയ്ഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പ്ലാന്റ് അനാട്ടമി ഓഫ് എക്സ്ചേഞ്ച് സ്പീഷ്യസ്. ഫോസിൽ സ്റ്റഡീസ് കാനോട്ട് റിവീൽ എക്കോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ പാസ്റ്റ്. നമുക്ക് ഫോസിൽ സ്റ്റഡീസ് വഴി ആ സമയത്തെ എക്കോളജിക്കൽ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി മാത്രമാണ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ്. ഇത് കാനോട്ട് റിവീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് ആയിരിക്കും. 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾഡസ്റ്റ് നോൺ വാസ്കുലർ പ്ലാന്റ് ഫോസിൽ റൈനിയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ സൈലോട്ടോം ലീം ഫോസിൽ തന്നെ ഉൾപ്പെടുന്നതാണ് കേട്ടോ, മുമ്പ് കണ്ട ക്വസ്റ്റ്യൻ്റെ. ദെൻ 16th ആൻസർ ഓപ്ഷൻ സി ആണ്, കാസ്റ്റ് ആൻഡ് മോൾഡ് ഫോർമേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റ് മോൾഡൊക്കെ ഫോം ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ കാസ്റ്റ് ആൻഡ് മോൾഡ് ഫോർമേഷൻ എന്നാണ് പറയുന്നത്. കാസ്റ്റ് ആൻഡ് മോൾഡ് form when organic matter decay living cavity.
ഫിൽഡ് ബൈ മിനറൽസ്. അതായത് ഒരു ഓർഗാനിക് മാറ്റർ മണ്ണിലൊക്കെ അടിഞ്ഞ് ഇപ്പോൾ ചില്ലിൻ്റെ ഉള്ളിൽ കംപ്രസ് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഡിക്കേ ചെയ്ത് പോകുമ്പോൾ ആ ഒരു കുഴി അല്ലെങ്കിൽ ആ ഒരു ക്യാവിറ്റി അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് മോൾഡ് എന്ന് പറയുന്നത്. ഈ മോൾഡിൽ തന്നെ മിനറൽസൊക്കെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കാസ്റ്റായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോൾഡിൽ മിനറൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഗാനിസത്തിൻ്റെ രൂപത്തിലുള്ള ഒരു മിനറൽ ഡിപ്പോസിഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ 17th ആൻസർ ഓപ്ഷൻ എ ആണ്, മീസോസോയിക് ആണ്. ഏജ് ഓഫ് ജിംനോസ്പേം അത് മീസോസോയിക് ആണ്. ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്നും അറിയപ്പെടുന്നുണ്ട്. മീസോസോയിക്, ഏജ് ഓഫ് ജിംനോസ്പേം ആൻഡ് റെപ്റ്റൈൽസ്. ഓക്കെ, 18th ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിവോണിയൻ ആണ്. ഡിവോണിയൻ പീരീഡിലാണ് എന്ത് ജിയോളജിക്കൽ പീരീഡിൽ മേജർ റൈനിയ ബിലോങ് ചെയ്യുന്നത് ഡിവോണിയനിലാണ്. ദെൻ 19th ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് പെട്രിഫിക്കേഷൻ ഇൻവോൾവ് മിനറൽ ഡിപ്പോസിഷൻ, അത് കറക്റ്റാണ്. ഫോസിലൈസേഷൻ ഓൾവേസ് പ്രിസർവ് DNA. ഓൾവേസ് ഒന്നും നമുക്ക് DNA കിട്ടില്ല. ചിലപ്പോൾ മിനറൽ ഡിപ്പോസിറ്റിൻ്റെ അതിൻ്റെ ഒരു മോഡൽ മാത്രമാണ് കിട്ടുന്നത്, ചിലപ്പോൾ ജസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആയിരിക്കും. ഓക്കെ, DNA rarely preserve in fossils. Petrification involve mineral deposition. 20th ആൻസർ പാലിനോളജി എന്നാണ് പറയുന്നത്. അതായത് ഫോസിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ഫോസിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചാണ് പാലിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, പാലിയോസുവോളജി ഫോസിൽ അനിമൽസ് ഡീൽ ചെയ്യുന്നതാണ്. ആർക്കിയോബോട്ടണി പ്ലാന്റ് റിമെയിൻസ് ഇൻ ആർക്കിയോളജി. ദെൻ ഫൈക്കോളജിയിൽ പറയുന്നത് ആൽഗീസിൻ്റെ സ്റ്റഡിയാണ് ഫൈക്കോളജി. 21th ആൻസർ ഓപ്ഷൻ സി പെട്രിഫൈഡ് ഫോസിലാണ്. അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ തരുന്നത് പെട്രിഫൈഡ് ഫോസിൽസ് ആണ്. ഇംപ്രഷനും കംപ്രഷൻസും ഒക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. ദെൻ 22 ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഈസ് യൂസ്ഫുൾ ഇൻ ഓപ്ഷൻ ബി ഡിറ്റർമൈനിങ് ഇവല്യൂഷണറി സീക്വൻസ്. ഓക്കെ, ഇവല്യൂഷണറി സീക്വൻസ് ആണ് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വഴി കിട്ടുന്നത്. ഈസ് ഫോർ ഡേറ്റിംഗ് ഫോസിൽസ് ആൻഡ് സ്റ്റഡിയിങ് ഇവല്യൂഷൻ. 23 ഓപ്ഷൻ ബി എറയാണ് വരുന്നത്. അതായത് ടൈം യൂണിറ്റ് ലാർജർ ദാൻ പീരീഡ് വരുന്നത് എറയാണ്, എറ. ഓക്കെ, എറാസ്, പീരീഡ്സ്, എപ്പോക്സ്, ഏജ്, ആ രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജിയോളജിക്കൽ ടൈം സ്കെയിലിൻ്റെ ഓർഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ 24th ആൻസർ ഓപ്ഷൻ സി മോൾഡ് ഫോസിൽസ് ആണ്. അതായത് ഫോസിൽ ഫോം റിമൂവൽ ഓഫ് ഓർഗാനിക് മാറ്റർ ലിവിങ് എ ക്യാവിറ്റി. ഓർഗാനിക് മാറ്റർ ദ്രവിച്ച് അല്ലെങ്കിൽ നശിച്ചു പോയിട്ട് ആ ക്യാവിറ്റി മാത്രം നിൽക്കുന്നത്, അത് മോൾഡ് ഫോമിലാണ്. അതാണ് മോൾഡ് ഫോസിൽസ് എന്ന് പറയുന്നത്. മോൾഡ് ഫോസിൽസ് ആ ക്യാവിറ്റി ലെഫ്റ്റ് ആഫ്റ്റർ ഡിക്കേ ഓഫ് ഓർഗാനിസം. മോൾഡ് ഫോസിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിസം ഡിക്കേ ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ക്യാവിറ്റിനെയാണ് നമ്മൾ മോൾഡ് എന്ന് പറയുന്നത്. ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക്, ഈ ക്യാവിറ്റിയുടെ ഉള്ളിലോട്ട് മിനറൽസ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് കാസ്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, 25th ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ്. അതായത് റേനിയ വാസ്കുലാർ ടിഷ്യൂ ആണ്. റേനിയയ്ക്ക് സീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം റേനിയ ടെറിഡോഫൈറ്റ് ആണ്, സീഡ്ലെസ് ആണ്. ഓക്കെ, റേനിയ ഹാസ് വാസ്കുലാർ ടിഷ്യൂ ബട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പോർസ് നോട്ട് സീഡ്സ്. സീഡ്സ് കാണപ്പെടുന്നില്ല, സ്പോർസ് വഴിയാണ് ഇവ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്